നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കോതമംഗലം സെയിന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കേക്ക് മുറിച്ചും ക്രിസ്തുമസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തുമായിരുന്നു ആഘോഷം. ആഘോഷ പരിപാടികൾ ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളോടൊപ്പം കേക്ക് മുറിച്ചും കുട്ടികൾക്ക് ക്രിസ്തുമസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തുമായിരുന്നു കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ. ക്രിസ്തുമസ് കരോൾ, ക്രിസ്തുമസ് ട്രീ, കുട്ടികൾക്കായി ക്രിസ്തുമസ് പാപ്പ മത്സരം, ക്രിസ്തുമസ് കരോൾ ഡാൻസ് മത്സരം എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. കോതമംഗലം MLA ആന്റണി ജോൺ ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് ന്യൂ ഇയർ കാലം എന്നുള്ളത് എല്ലാ കാലത്തും നമുക്ക് ഓർത്തു വയ്ക്കാൻ കഴിയുന്ന ആഘോഷങ്ങൾ തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഇതുപോലെ ക്രിസ്മസ് വരാനായി കാത്തിരിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ ക്രിസ്മസ് വരുന്നതിനും ക്രിസ്മസ് ആഘോഷിക്കുന്നതിനും ഒക്കെയായി കുട്ടികൾ കാത്തിരിക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് ഇവിടെ ഏറ്റവും അർത്ഥവത്തായി സ്കൂള് ഈ ആഘോഷങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്മസ് മാത്രമല്ല, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് എല്ലാ ആഘോഷവേളകളും അതിൻ്റെതായ അർത്ഥത്തോടുകൂടി തന്നെ ഏറ്റെടുക്കാറുണ്ട്. അത് വളരെ മനോഹരമായി, വളരെ ചിട്ടയായി ഇവിടെ രാവിലെ മുതൽ വിവിധ മത്സരങ്ങൾ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അത് പങ്കാളികളാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ, വാർഡ് കൗൺസിലർ KV തോമസ്, ലോക്കൽ മാനേജർ സിസ്റ്റർ കരോളിൻ, PTA പ്രസിഡന്റ് സോണി മാത്യു, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റിനി മരിയ, PTA പ്രസിഡന്റ് സോണി മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളും അധ്യാപകരും കുട്ടികളും കരിങ്ങഴ ഗവൺമെന്റ് LP സ്കൂളിലെത്തി ഇവിടുത്തെ ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കുചേർന്നു. മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, മുനിസിപ്പൽ കൗൺസിലർ എൽദോസ് പോൾ എന്നിവർ പങ്കെടുത്തു. നമുക്കറിയാം, ക്രിസ്മസ് നാളിൽ പോകുന്ന സ്റ്റാർ നക്ഷത്രം വലിയ ദൗത്യമുള്ളതാണ്. എന്താണത്? വഴി കാട്ടുന്നതാണ്. പൂജരാജാക്കന്മാർക്ക് വഴി തെളിച്ച ഒന്നാണ് ഈ സ്റ്റാർ. നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല, ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ. പൂജരാജാക്കന്മാർ 3 പേരല്ലേ? ആ 3 പേരിലാണ് ഒരാൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ തൃക്കാരിയൂർ എന്ന പ്രദേശത്ത് നിന്ന് പോയതാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. കാരണം AD ആദ്യ നൂറ്റാണ്ടുകളില് തൃക്കാരിയൂർ ചേര രാജാക്കന്മാരുടെ വലിയ ആസ്ഥാനമായിരുന്നു ഈ കേരളത്തിലെ. മീഡിയ 60 കോതമംഗലം.